നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതങ്ങനെ ആമാശയത്തിലേക്ക് വന്നു ചേരുന്ന രംഗം. ഈ ആമാശയത്തിലേക്ക് അത് വീഴുന്നതിന് തൊട്ട് മുൻപ് ആ അന്നനാളവും ആമാശയവും തമ്മിൽ യോജിക്കപ്പെടുന്ന ജംഗ്ഷനിൽ ഒന്ന് പിടിച്ചു നിർത്തപ്പെടുന്നുണ്ട്. ആ ഭക്ഷണം ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് പിന്നെ സാവകാശം ആ ജംഗ്ഷൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ആ ഭക്ഷണ പദാർത്ഥം താഴേക്ക് വീഴുന്നത്. ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ഈ ജംഗ്ഷനിൽ ഭക്ഷണം നിർത്തി പിന്നെ പതുക്കെ അത് റിലാക്സ് ചെയ്തിട്ട് ആമാശയത്തിലേക്ക് ഭക്ഷണം വീഴുന്നു. ഈ ഭക്ഷണ പദാർത്ഥം വളരെ വേഗത്തിൽ താഴേക്ക് വീഴാനുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യൻ തലകുത്തി നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം ആമാശയത്തിലേക്ക് പോകുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരാൾ തലകുത്തി നിന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം ആമാശയത്തിൽ എത്തുമോ ഇല്ലയോ? എത്തും. എന്തുകൊണ്ട്? തലകുത്തിയിലേക്ക്. അപ്പൊ എങ്ങനെ എത്തുക? അതിന്റെ മസിൽസിന്റെ പ്രത്യേകമായിട്ടുള്ള അതിന്റെ കംപ്രഷൻ ആൻഡ് റിലാക്സേഷൻ, പെരിസ്റ്റോൾസിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക പ്രോസസ്സാണ്. ഒരു പാമ്പ് ഇര വിഴുങ്ങുന്നത് പോലെ പതുക്കെ അത് ബൾജ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് ബൾജ് ചെയ്ത് റിലാക്സ് ചെയ്ത് പതുക്കെ അത് താഴേക്ക് വരുന്നത് പോലെ തലകുത്തി നിന്നാലും മസിലിന്റെ ആക്ഷൻ കൊണ്ടാണ് ഭക്ഷണം താഴേക്ക് വരുന്നത്. അതൊരു പ്രത്യേക സ്പീഡിലുമാണ്. ഈ സ്പീഡ് അല്പം കൂടിക്കഴിഞ്ഞാൽ ആ കൂടുന്ന സ്പീഡ് കൊണ്ട് ഭക്ഷണം വളരെ വേഗത്തിൽ വരികയും ഈ അന്നനാളവും ആമാശയവും തമ്മിൽ യോജിക്കുന്ന ജംഗ്ഷനിൽ നിൽക്കേണ്ട സമയം നിൽക്കാതെ പെട്ടെന്ന് അത് താഴേക്ക് വന്ന് ആമാശയത്തിൽ പതിക്കുകയും ചെയ്യും. ആ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ, അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അന്നനാളവും ആമാശയവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനിൽ ആ മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ പിന്നീട് സ്വാഭാവികമായും ഭക്ഷണം വളരെ വേഗത്തിൽ പെരിസ്റ്റോൾസിസിനേക്കാൾ ഒരല്പം ശതമാനം കൂടുതൽ വേഗതയിൽ ഇത് താഴേക്ക് വരാൻ കാരണമാകും. അങ്ങനെ വളരെ വേഗത്തിൽ, പെരിസ്റ്റോൾസിസിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഈ ഭക്ഷണം താഴേക്ക് വരാൻ കാരണമാകുന്ന ഒരു ദുശ്ശീലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. അത് മാറ്റണം എന്നുള്ളത് ഈ വീഡിയോ ക്ലിപ്പിംഗ് കാണുന്ന ആളുകളുടെ നിർബന്ധ ബാധ്യതയാണ്. സാധാരണയായി സ്വാഭാവികമായും വരേണ്ട വേഗതയേക്കാൾ ഒരല്പം വേഗത താഴേക്ക് വരുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു ദുശ്ശീലം നമുക്കുണ്ട്. ആ വേഗത കൂടാൻ പാടില്ല. കൂടാതിരിക്കാനുള്ള മെത്തേഡുകൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിലുണ്ട്. നാം അത് കൂട്ടുന്നതിന് നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുശ്ശീലമാണ് ഭക്ഷണവും വെള്ളവും കുടിക്കുമ്പോൾ നിന്നുകൊണ്ട് ആകുക എന്നുള്ളത്. ഒരു മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നിന്നുകൊണ്ടാകുമ്പോൾ സ്വാഭാവികമായും പെരിസ്റ്റോൾസിസിനേക്കാൾ ഒരല്പം കൂടി വേഗതയിലാണ് ഭക്ഷണം താഴേക്ക് വരുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം ഒരല്പം മാത്രം അതിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഫക്ട് ചെയ്യപ്പെടുമ്പോൾ ഇറങ്ങി വരുന്ന ഭക്ഷണത്തിന്റെ വേഗത കൂടും. അത് ഈ പറയപ്പെട്ട ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ ജംഗ്ഷനിൽ ഒരു ഇറോഷൻ അതല്ലെങ്കിൽ ഒരു ബലക്ഷയത്തിനൊക്കെ കാരണമാകാറുണ്ട്. അത് ആമാശയത്തിന് കേടാണ്.